എല്ലാവർക്കും ജേർണി വിത്ത് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് അമ്പഴങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഈ കുഞ്ഞ് അമ്പഴങ്ങ ചെടിയിൽ നിന്ന് പറിച്ച അമ്പഴങ്ങ കൊണ്ടാണ് നമ്മൾ അച്ചാർ ഇടാൻ പോകുന്നത്. ഇതിലിപ്പോൾ 1-2 ഉള്ളൂ. ഞാൻ അച്ചാർ ഇടാൻ വേണ്ടി എല്ലാം പറിച്ചായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങളെ ഞങ്ങളുടെ ചെറിയ അമ്പഴങ്ങ ചെടി ഒന്ന് കാണിച്ചാലോ എന്ന്. ഇപ്പം നമ്മൾ പറിച്ച അമ്പഴങ്ങ നന്നായി കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പുവെള്ളം ചൂടാക്കി ഒന്ന് ചൂടാറിയതിന് ശേഷം അമ്പഴങ്ങ ഇട്ട് വെച്ച കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 2 ആഴ്ച നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഉപ്പൊക്കെ നല്ലതുപോലെ അമ്പഴങ്ങയെ പിടിക്കും. രണ്ടാഴ്ച കഴിയുമ്പം അമ്പഴങ്ങയൊക്കെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് അച്ചാർ ഇടാനായി ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു ഉരുളി ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കഷ്ണം കായം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ എരിവനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച അമ്പഴങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
ഇനി കുറച്ച് വിനാഗിരി ചൂടാക്കി നമ്മുടെ അമ്പഴങ്ങ അച്ചാറിലോട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുക.